അപ്പോൾ ഗൈസ് നമ്മുടെ ബ്ലോഗിൻ്റെ ഡേ 2 ആണെന്ന്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗാണ് അത്ര എല്ലാവരും ചെക്ക് ഇറ്റ് അവർ ഫസ്റ്റ് വ്ളോഗ് ബാംഗ്ലൂർ ഡേ പാർട്ട് 1. അപ്പോൾ കണ്ടു ഇതാണ് നമ്മുടെ ബാംഗ്ലൂർത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മേലെ തണുപ്പാണ്, അറിയാലോ. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് കണ്ടൊരു ജസ്റ്റ് വ്ളോഗിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ, പറയേണ്ടതൊക്കെ എന്താണ്, നല്ല കഥ പറയണതിൽ എന്താണെന്നുള്ളതില്ല കഥ, എൻ്റർടൈൻ ആകുന്നുണ്ടോ എന്ന് ഉള്ളതിലാണ് കഥ. കമൻറ്റ് ബിലോ ഗൈസ്. നമ്മുടെ തിമിങ്കൽ എവിടെ ഉണ്ട്? തിമിങ്കൽ ആണ് നമ്മുടെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്താണ് പറയാനുള്ളത്? പറ, ടെൽ മീ. ബോലോ. ഒന്നുമില്ലേ? ടേക്ക് കെയർ, ടേക്ക് റെസ്റ്റ്. നമ്മളപ്പോൾ പുറത്ത് പോയാണ്. ചെറിയ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മ തിരിച്ചു വരും. ഇതാണ് നമ്മ പോണ ഇന്നത്തെ പോയിന്റ്. നമ്മളപ്പോൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പോയാണ്. നമ്മുടെ ഗ്ലൂക്കോസ് പൊടിയുടെ കാല് ഒന്ന് കാട്ടണം. നൈസായിട്ട് സ്റ്റഡ് അടിക്കുന്നുണ്ട്, അതും കാണിച്ചു തരാം. ഇതാണ് ബാംഗ്ലൂരത്തെ വടൈ. ഇതാണോ ഹെൽത്തി ഫുഡ്? ഇതെന്നിട്ട് കറി? ഇതാണ് ഉരുളക്കിഴങ്ങ് കറി. ഇതാണ് ചമ്മന്തി. നമുക്ക് കഴിച്ചിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കില്ലായിരുന്നു. ബിലോ ആവറേജ്. authentic dish of Karnataka. അത് കഴിക്കണം, നല്ല ഹെൽത്തി ആണ്. മെയ്ഡ് ഔട്ട് ഓഫ് റാഗി. ഒരു ബാൻഡേജ് തന്നിട്ടുണ്ട്, അത് കെട്ടണം. ക്ലോസ് വീണ്ടും റെസ്റ്റിൽ. ഇതും ശരിയായില്ലെങ്കിൽ അപ്പഴന്മാര സ്കാൻ എടുക്കാം. കാലോ വെട്ടിമാറ്റേണ്ടി വരുമോ? കാല് പോയി ഗൈസ്. നന്നായി. എയർഫോഴ്സിലേക്ക് പോവുകയാണ് ഗൈസ്. അല്ലേ, അവളെ അമ്മ വിമാനം പറത്താൻ പോവുകയാണ്. എയർഫോഴ്സ് ക്യാൻറ്റീനിൽ നീ വിമാനം പറത്താൻ പോകും. ഐറ്റംസ് എടുക്കാൻ സോപ്പ്, ലിക്കർ, ഷാമ്പൂ എല്ലാം എടുക്കാൻ നമ്മൾ കണ്ടെയ്നർ എന്താണെങ്കിലും കാതുകുത്തിരിക്കും. ഇവന്റെ കമ്മലൊക്കെ സെറ്റാണ്. അമ്മ 1 kg സ്വർണ്ണം മേടിച്ചാണ്. ഒന്നും നോക്കിയില്ല. 10,000. എയർഫോഴ്സിലേക്ക് പോവാൻ ഏതോ അങ്കിളിനെ വെയിറ്റ് ചെയ്യുന്ന അങ്കിള് വരെയുമില്ല, നമ്മൾ പോകുകയില്ല. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് മറ്റേ ചിക്കൻ നിരോധിച്ച സാധനം. നിങ്ങൾ ഈ എറണാകുളത്തെ ചൂടിൽ എങ്ങനെയാണ് ക്യൂട്ട്നെസ് നിലനിർത്തുന്നത്? നിന്നോട് തന്നെ ചോദിക്കുവാനോ? എറണാകുളത്തിലല്ല, ബാംഗ്ലൂരത്തെ. ബാംഗ്ലൂരത്തെ ചൂടിൽ എങ്ങനെയാണ് ക്യൂട്ട്നെസ് നിലനിർത്തുക? രാവിലെ ഒരു 7 മണിയാകുമ്പോ വീട് വിടുക, ഓഫീസിൽ 9 മണിക്ക് എത്താം. വൈകുന്നേരം അവിടെ നിന്ന് 6:00 വീട് ഓഫീസിൽ വെയിലുണ്ടാവില്ലേ? വീടുണ്ടാക്കില്ല. 7 o'clock വെയിൽ കാണത്തില്ല. പോവാൻ നമുക്ക് ഓഫീസില്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 5 മണിക്ക് ഇറങ്ങാം. ഞാനൊന്നും സ്കിൻ റൂട്ടീൻ ചെയ്യുന്നില്ല. കള്ളം ഗൈസ്. സ്കിൻ റൂട്ടീൻ വേറെ, മേക്കപ്പ് വേറെ. മേക്കപ്പ് ഇടും. മേക്കപ്പ് ഓൺലി ലിപ്സ്റ്റിക് ആൻഡ് കാജൽ. വേറെ ഒന്നും ഇല്ല. ഇല്ല. ക്യൂട്ട്നെസ് നിലനിൽക്കും. യെസ്, ഐ ആം ദിസ് ഈസ് ദ ടിപ്പ്. ബോംബ എന്നാണ് പറയണേ. ബോൺ ക്യൂട്ട്.
ജെനിഫർ ആൾക്ക് വകതിരിവുണ്ടെന്ന് തോന്നും. ശരിക്കും വകതിരിവില്ല. അല്ലെങ്കിൽ കാലിങ്ങനെ വരുമോ? പിന്നെ ഒരാള് ജോലിക്ക് പോകുന്നത് 6:30 തൊട്ട് 9 മണി വരെ. ജോലി ചെയ്യാൻ വേണ്ടി പോണതാണോ, ജീവിക്കാൻ വേണ്ടി പോണതാണോ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോണതാണെന്ന് തമ്പുരാനറിയാം. എന്റെ അനിയത്തി ആയതുകൊണ്ട് മാത്രം പറയല്ല, ഇതുപോലൊരു കുക്കൂതറ ഈ ലോകത്തിൽ വേറെ ഇല്ല. ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ കൂതറ. ഗ്ലൂക്കോസിന് ചെറിയ വിഷമം തട്ടിയെങ്കിലും നമ്മൾ ഗ്ലൂക്കോസ് പൊടി മേടിച്ചു കൊടുത്ത് റെഡിയാക്കുന്നതായിരിക്കും. എക്സ്പെൻസീവ്, ടു മച്ച്. Our uncle, waiting for this uncle. This Air Force man. എന്റെ ചങ്ങാതിയാ പുതിയൊരു ഗിഫ്റ്റ് വേണം പറഞ്ഞാൽ ഒന്ന് ഫ്രീ ഗിഫ്റ്റ് ഇല്ല, ഒന്നുമില്ല. എന്റെ ചങ്ങാതിയാ പുതിയൊരു ഗിഫ്റ്റ് വേണം. അവനെ കേടോ എന്നെ കണ്ടാൽ കയറ്റിക്കൊണ്ടാണെങ്കിൽ ഇവിടെ എല്ലാം വെജ് റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. വെജുള്ള നമ്മുടെ പടക്കുതിർ. കയാ കയാ നമസ്തേ ജി. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ പോയിരിക്കട നീ ഇത് കേട്ടോ. കയാ കയ ഉണ്ടോ? കയാ കയ പറഞ്ഞു കഴിഞ്ഞാ വിളിച്ചായിന്ന് പറഞ്ഞാണ്. എന്നല്ല കയാ 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 കയാ. വേദന നിർത്തില്ല. പക്ഷേ അയ്യോ അടിക്കണ്ടിരുന്നേ. അവിടെ ഇല്ല, അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് അതിൻ്റെ ആണെങ്കിൽ കുറച്ച് ഇപ്പറേ പിന്നെ കറക്റ്റടിക്കില്ല. കറക്റ്റ് നോക്കി കുത്തിക്കോളൂ ആ ഓട്ട വെച്ചിട്ട്. പാടിയേ കാതുകുത്തി ലുക്ക് നോക്കൂ ഗൈസ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറ. ഓക്കെ, നമ്മുടെ വ്ളോഗ് ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നെക്സ്റ്റ് വ്ളോഗായി നാളെ.